നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ച തൃശൂർ കോർപ്പറേഷനിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറും A. പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ. ജനങ്ങളെ ചേർത്തു നിർത്തി മുന്നോട്ട് പോകുമെന്ന് A. പ്രസാദ്. നെല്ലിയാമ്പതിക്കിത് വിളവെടുപ്പ് കാലം. ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ ശീതകാല പച്ചക്കറി വിളവെടുപ്പ് തുടങ്ങി. ഫാമിലെ ഓറഞ്ച് തോട്ടങ്ങളിൽ ഇടവിളയായി ശീതകാല പച്ചക്കറി കൃഷി നടത്തുന്നത് 10 ഏക്കറോളം സ്ഥലത്ത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളംബരമായി ക്രിസ്തുമസ്. ലോകം ആഘോഷ നിറവിൽ. പാതിര കുർബാനയിൽ പങ്കെടുത്തത് 10,000. കുളപ്പുള്ളി IPT പരിസരത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് വാരണാസി സ്വദേശി ആനന്ദൻ. അപകടം ബൈക്കും KSRTC ബസ്സും കൂട്ടിയിടിച്ച്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയറായി A. പ്രസാദിനെയും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വികസനത്തിലൂന്നിയ ജനക്ഷേമകരമായ ഭരണത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറും A. പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ കോർ കമ്മിറ്റി നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന KPCC നേതൃത്വവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ദീർഘകാലം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ A. പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. തന്റെ വീട്ടിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കും ജോസഫ് ടാജറ്റ് മറുപടിയുമായി രംഗത്തെത്തി. സുരേഷ് ഗോപി വീട്ടിൽ ലൈറ്റിട്ടതുകൊണ്ട് മതമൈത്രി ആകില്ലെന്നും ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടതെന്നുമായിരുന്നു പ്രതികരണം. സുരേഷ് ഗോപി വീട്ടിൽ ലൈറ്റിട്ടതുകൊണ്ട് മതമൈത്രിയാവില്ല. സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടത്. എന്നാൽ മാത്രമാണ് മതമൈത്രി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇത്രയും കാഴ്ചയുള്ള കണ്ണാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് സുരേഷ് ഗോപിക്ക്. പട്ടാപ്പകൽ ഇത്ര വലിയ അക്രമം നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ട് അതൊക്കെ കൗൺസിലറിൻ്റെ പാർട്ടിക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ വളരെ സഹതാപം തോന്നുകയാണ്. തന്നെ മേയറായി തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് നിയുക്ത മേയർ നിജി ജസ്റ്റിൻ പ്രതികരിച്ചു. തൃശ്ശൂരിൻ്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്നും ദൈവത്തിന് നന്ദിയെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ക്രിസ്മസിൻ്റെ ദിനമാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ്. ആ ദിവസം തന്നെ ഇങ്ങനൊരു പദവിയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു. പാർട്ടി എത്ര വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. അടുത്ത 5 വർഷം നമുക്ക് കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടായ പ്രവർത്തനത്തോടെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതായത് പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി കാര്യങ്ങൾ തീരുമാനിച്ച് തൃശ്ശൂർ ജില്ലാ ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു തൃശ്ശൂരിൻ്റെ സമഗ്രമായ അടിസ്ഥാന വികസനത്തിന് ആദ്യം മുൻഗണന കൊടുക്കും. ഒപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മറുവശത്ത് അതിനും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ കേട്ട് ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്ന് നിയുക്ത ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പ്രതികരിച്ചു. പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തർക്കങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ടു പോകും. പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവരുടേതുമാണെന്നും A. പ്രസാദ് ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ
LDFിൻ്റെ ഭരണത്തിനെതിരെ ജനവിധിയാണ് തൃശ്ശൂരുണ്ടായിട്ടുള്ളൂ. ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകാതെ ധിക്കാരപരമായിട്ടാണ് LDFിൻ്റെ ഭരണസമിതി മുന്നോട്ട് പോയത്. സ്വാഭാവികമായും ജനങ്ങളുടെ ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തിരുപ്പിറവിയുടെ ശുഭസന്ദേശമായി ക്രിസ്മസ് ലോകമാഘോഷ നിറവിലാണ്. തൃശ്ശൂർ മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മങ്ങളും പാതിര കുർബാനയും നടന്നു. സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തിയാണ് തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചത്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിര കുർബാന നടന്നു. പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്ര അലങ്കാരങ്ങളും ആഘോഷത്തിന് മെഴിവേകി. ക്രിസ്മസിനെ സ്വാഗതം ചെയ്ത് കേക്ക് മുറിക്കലും കരോളും നടന്നു. തൃശ്ശൂർ മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മങ്ങളും പാതിര കുർബാനയും നടന്നു. ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങൾക്ക് CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മേഖലയിലെ മറ്റ് ദേവാലയങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷൊർണൂർ മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുപ്പിറവി കർമ്മങ്ങൾ, പ്രത്യേക പ്രാർത്ഥന, കലാപരിപാടികൾ എന്നിവയാണ് നടന്നത്. നൂറുകണക്കിന് ആളുകൾ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ഷൊർണൂർ മേഖലയിലെ സെൻറ് ആഗ്നസ് ദേവാലയം ഉൾപ്പെടെയുള്ള വിവിധ ചർച്ചുകളിൽ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. ഷൊർണൂർ ടൗണിലെ സെൻറ് പോൾസ് ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് കലാപരിപാടിക്ക് പുറമെ വ്യാഴാഴ്ച രാവിലെ 7:30 മണി മുതൽക്കായിരുന്നു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. ഫാദർ പ്രിൻസ് ജോർജിൻ്റെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ഇടവകയിലെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തിരുപ്പിറവിയുടെ ഭാഗമായി സെൻറ് ആഗ്നസ് ചർച്ചിൽ 24 രാത്രി 10:30 തിരുപ്പിറവി കർമ്മങ്ങൾ ആരംഭിച്ചു. പുലർച്ചെ 1 മണിവരെ ചടങ്ങുകൾ നീണ്ടുനിന്നു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. പെരുങ്ങോട്ടുകുറിശ്ശിയിൽ KSCB ജീവനക്കാരുടെ ക്രിസ്മസ് പുതുവത്സര സുരക്ഷാ സന്ദേശഘോഷയാത്ര സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്രയിലൂടെ വൈദ്യുതി ഉപയോഗത്തിൽ ആവശ്യമായ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം, അനധികൃത കണക്ഷനുകൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത, തുറന്ന വയറുകൾ, തകരാറിലായ വൈദ്യുതി ഉപകരണങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചു. ഉത്സവകാലത്ത് സുരക്ഷിതമായ വൈദ്യുതി ഉപയോഗം ഉറപ്പാക്കുന്നതിലൂടെ അപകടങ്ങൾ ഒഴിവാക്കുവാനും ജീവനും സ്വത്ത് സംരക്ഷിക്കാനും സാധിക്കുമെന്ന് KSCB ജീവനക്കാർ അറിയിച്ചു. വൈദ്യുതി സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഇതിന് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും ഘോഷയാത്രയിലൂടെ ഓർമ്മിപ്പിച്ചു. എഞ്ചിനീയർമാരായ ഷഫീഖ്, പ്രകാശ്, ഓവർസിയർ നാരായണൻകുട്ടി, സീനിയർ അസിസ്റ്റന്റ് ഷംല തുടങ്ങിയവർ സുരക്ഷാ സന്ദേശം നൽകുകയും സ്റ്റാഫ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല കാരുണ്യ ഭവനിൽ ഇറാൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മങ്കര CI മനോജ് K. ഗോപി കേക്ക് മുറിച്ച ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അതിനുള്ള ഒരു തെളിവാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാനിവിടെ വരാനും എന്നെ ഇവിടേക്ക് ക്ഷണിക്കാൻ നിങ്ങളുടെ ഷംസക്ക അതിന് തയ്യാറായിരുന്നു. അപ്പോ ആരെങ്കിലുമൊക്കെ നമുക്കുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ നിങ്ങൾക്കായാലും ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അതില്ലാത്ത കാര്യമില്ല. നല്ലൊരു ക്രിസ്മസ് പുതുവത്സരാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട്. കാരുണ്യ ഭവനം സെക്രട്ടറി ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SI സുരേഷ് കുമാർ, പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുരിശി, KKA റഹ്മാൻ കല്ലൂർ, AV രവി എന്നിവർ സംസാരിച്ചു. കാരുണ്യ ഭവനം മാനേജർ K. മുബാറക് സ്വാഗതവും ഷംസുദ്ദീൻ മാങ്കുരിശി നന്ദിയും പറഞ്ഞു. മങ്കര CIക്ക് പരിസ്ഥിതി പ്രവർത്തകർ വൃക്ഷത്തൈകൾ ഉപഹാരം നൽകി.
ഇറാൻ ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്മസ് ആഘോഷം അന്തേവാസികൾക്കൊപ്പം സംഘടിപ്പിച്ചത്. തുടർന്ന് അന്തേവാസികളുടെ കലാപരിപാടികളും ഉണ്ടായി. വെള്ളിപ്പണം ഉന്നിടത്തിൽ കെട്ടിക്കിടക്ക്, വെട്ടിപ്പയം ഉന്നിടത്തിൽ என்ன இருக்கு, சத்தியத்தை பேசுகின்ற நெஞ்சம் இருக்கு, உத்தமனா நீ நடந்த மிசனுருக்கு, സത്യത്തെ നമ്പു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചുവന്നുകയറ്റ് IPT കോളേജിന് മുൻവശം KSRTC ബസ് ബൈക്കിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വാടനാകുറിശി പൊയിലൂർ സ്വദേശി മരണപ്പെട്ടു. പടിഞ്ഞാറക്കര വീട്ടിൽ 41കാരനായ ആനന്ദനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ചുവന്നുകയറ്റ് IPT കോളേജിന് മുൻവശത്തായിരുന്നു അപകടം ഉണ്ടായത്. KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വാരണാസി പൊയിലൂർ സ്വദേശി പടിഞ്ഞാറക്കര വീട്ടിൽ 41കാരനായ ആനന്ദനാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 7 മണിയോടുകൂടിയായിരുന്നു മരണം. ഒപ്പമുണ്ടായിരുന്ന മകൻ ദേവാനന്ദൻ ചെറിയ പരിക്കുകളോടെ വീട്ടിൽ വിശ്രമത്തിലാണ്. വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ ശീതകാല പച്ചക്കറി വിളവെടുപ്പിന് തുടക്കമായി. കെ ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫാമുകളിലൊന്നായ ഇവിടെ 10ഓളം ഏക്കറിലാണ് ഇത്തവണ പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത്. മികച്ച കൃഷിരീതികളും ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് സാങ്കേതികവിദ്യയും ഉപയോഗിച്ചാണ് കഴിഞ്ഞ 2 വർഷമായി കൃഷി ചെയ്യുന്നത്. ഫാമിലെ ഓറഞ്ച് തോട്ടങ്ങളിൽ ഇടവിളയായാണ് പച്ചക്കറികൾ വളർത്തുന്നത്. കേരളത്തിലെ ഫാമുകളിൽ ഈ ഹൈടെക് ഫാമിംഗ് രീതി ഇത്രയും വ്യാപകമായി ചെയ്യുന്നത് നമ്മുടെ നെല്ലിയാമ്പതി ഫാമിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളത് ഓറഞ്ചിലേക്കും ദീർഘകാല വിളകളിലേക്കും പേരക്ക ഉൾപ്പെടെയുള്ള മറ്റു വിളകളിലേക്കും ഒക്കെ നമ്മൾ ഹൈടെക് രീതികൾ നമ്മൾ വ്യാപിപ്പിച്ച് വരികയും ആദ്യം വരെയും മൂടൽ മഞ്ഞും മഴയും ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് പച്ചക്കറി കൂടുതൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഓഗസ്റ്റിൽ തുടങ്ങാൻ പറ്റിയിരുന്നു. ഈ വർഷം അതിൻ്റെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ അടുത്തൊരു ഏപ്രിൽ മാസം വരെ നമുക്ക് ഈ ഫാമിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഹാർവെസ്റ്റ് ചെയ്ത് വിവിധ ഘട്ടങ്ങളിലായി നമ്മുടെ നഴ്സറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ നമ്മൾ ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലൂടെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫാമിൽ ഇവിടെയും കുന്നത്തുവാടിയും അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസിന്റെ പരിസര പ്രദേശത്തൊക്കെയുള്ള ബ്ലോക്കുകൾ 3-4 ബ്ലോക്കുകളിലായിട്ടാണ് പ്രാവശ്യം നമ്മൾ പച്ചക്കറി ചെയ്യുന്നത്. കോളിഫ്ലവർ, കാബേജ്, ബീട്രൂട്ട്, കാരറ്റ്, ബ്രോക്കോളി, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങി 30ഓളം ഇനം പച്ചക്കറികളാണ് വിളവെടുപ്പിന് തയ്യാറായത്. ഏപ്രിൽ മാസം വരെ വിളവെടുപ്പ് തുടരും. നൂതന കൃഷിരീതികൾ നടപ്പിലാക്കിയതോടെ തൊഴിലാളികളുടെ അധ്വാനം കുറയുകയും ഉൽപാദനത്തിലും ഗുണമേന്മയിലും വലിയ വർധനവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ പോളി ഹൗസുകളിൽ സാലഡ് വെള്ളരി, സ്ട്രോബെറി എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. നെല്ലിയാമ്പതി സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കായി ഫാം ഗേറ്റിന് സമീപം പ്രത്യേക വിപണന കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതത് ദിവസം വിളവെടുക്കുന്ന ഫ്രഷ് പച്ചക്കറികൾ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കും. കൂടാതെ ജാം, ജെല്ലി, അച്ചാർ തുടങ്ങി കേരള ഗ്രോ ബ്രാൻഡിലുള്ള 60ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നടീൽ വസ്തുക്കളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഫാം സൂപ്രണ്ട് സാജിദ് അലി, കൃഷി ഓഫീസർ ദേവി കീർത്തന എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്നാണ് ഫാമിനെ മികച്ചൊരു കൃഷിയിടമായി നിലനിർത്തുന്നത്. വാർഡംഗങ്ങളായ അബിത പ്രശാന്ത്, ദിലീപ് എന്നിവരും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ ഡി രാജൻ, ഹരിഹരൻ, ജോസഫ്, ഫാം മാനേജർ ദേവി കീർത്തന എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി SN കോളേജിലെ NSS യൂണിറ്റ് സപ്തദിന ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഷൊർണൂർ SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷൊർണൂർ പോലീസ് CI രവികുമാർ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുളപ്പള്ളി SN കോളേജിലെ NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് 24 ബുധനാഴ്ച ഷൊർണൂർ SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലാണ് തുടക്കം കുറിച്ചത്. പതാക ഉയർത്തിയതോടെ ക്യാമ്പിന് തുടക്കമായി. തുടർന്ന് നടന്ന ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI രവികുമാർ നിർവഹിച്ചു. വീട്ടിൽ നിന്ന് വിട്ട് നിന്നതിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതുണ്ടാവും. പിന്നെ അങ്ങോട്ട് സെറ്റാവും. ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പിരിയാനുള്ള സമയമാകുമ്പോഴേക്കും ഭയങ്കര വിഷമവും. ഇത്ര പെട്ടെന്ന് 7 ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞു എന്നൊക്കെ ഉള്ളൊരവസ്ഥയിലേക്ക് വരും. അതിനിടയ്ക്ക് നമ്മളായി കഴിയുന്ന രീതിയിൽ കുറേ ആർജിച്ചെടുക്കേണ്ടുന്ന കുറേ അറിവുകളും കുറേ അനുഭവങ്ങളും എല്ലാം നമ്മളിലേക്ക് കയറി വരും. നമ്മളായി കുറേ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ നമ്മളെക്കൊണ്ട് കഴിയും.
അങ്ങനെ വളരെ സംഭവബഹുലമായ ഒരാഴ്ചയാണ് നിങ്ങൾക്ക് വരുന്നത്. ചടങ്ങിൽ രവികുമാറിനുള്ള ഉപഹാരവും കൈമാറി. വാർഡ് കൗൺസിലർ എം രജിത അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി രജനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ കനകലത, PTA പ്രസിഡന്റ് സുദേശ് സി മുകുന്ദൻ, അനന്തകൃഷ്ണ, സി ഗിരിജ, ഡോക്ടർ AT മിഥുൻ, ശ്രീജ ടീച്ചർ, ഹരിത ടീച്ചർ, MK വിഘ്നേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാം ദിനത്തിലും വിവിധ ക്യാമ്പ് പ്രവർത്തനങ്ങൾ നടന്നു. സപ്തദിന ക്യാമ്പിൽ 92 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പൊട്ടുപാറ ഗണപതി ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ശിങ്കാരിമേളവും വിവിധ കലാരൂപങ്ങളും വേലയ്ക്ക് അകമ്പടിയായി. രാവിലെ അഭിഷേകം, ഗണപതി ഹോമം എന്നിവ നടന്നു. വൈകിട്ട് പള്ളിപ്പടിയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വേല എഴുന്നള്ളിപ്പുണ്ടായി. ശിങ്കാരിമേളവും വിവിധ കലാരൂപങ്ങളും വേലയ്ക്ക് അകമ്പടിയായി. വൈകിട്ട് ക്ഷേത്രത്തിൽ പാണ്ഡ്യമേളം, ദീപാരാധന എന്നിവയുണ്ടായി. രാത്രി 10-ന് കല്ലൂർ രാമൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പകയും ഉണ്ടായി. വ്യാഴാഴ്ച പുലർച്ചെ ഗജവീരന്റെ അകമ്പടിയോടെ വീണ്ടും ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പോടെ താലപ്പൊലിക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വള്ളത്തോൾ നഗർ മേലെ വെട്ടിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വലിയ യുളാഹരി അവരുടെ ആണ്ടുനേർച്ചയും ദുവാ സമ്മേളനവും വെള്ളി, ശനി ദിവസങ്ങളായി സംഘടിപ്പിക്കും. ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും ഭാരവാഹികൾ വ്യക്തമാക്കി. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ശ്രീ പുഷ്കരത്ത് ഉള്ള കുഞ്ഞിക്കോയത്തങ്ങൾ മഖാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം 5 മണിക്ക് ഇസ്മായിൽ ഉണ്ണിക്കോയത്തങ്ങൾ വെട്ടിക്കാട്ടിരി പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കും. തുടർന്ന് 7 മണിക്ക് അജ്മീർ മൗലൂദ് പാരായണവും ശനിയാഴ്ച രാവിലെ 6 മുതൽ 8 മണി വരെ ഖത്തുൽ ഖുർആൻ മൗലീദ് മജ്ലിസ്, തുടർന്ന് 10 മണി മുതൽ 1 മണി വരെ മഹാ അന്നദാനവും നടക്കും. തുടർന്ന് 4 മണിക്ക് ബുർദ മജ്ലിസ്, വൈകിട്ട് 7 മണിക്ക് ആത്മീയ സമ്മേളനം. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്പുറം മൊയ്തീൻകുട്ടി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കും. വെട്ടിക്കാട്ടിരി മഹല്ല് ഖത്തീബ് സൈഫുദ്ദീൻ നൂസ്രിസ ആദി വിളിയങ്കോട് ഉദ്ഘാടനം ചെയ്യും. മുസ്തഫ സവായി തന്നല മുഖ്യപ്രഭാഷണം നടത്തും. അൻവർ ഷാ തങ്ങൾ, ഐദ്രോസി, നീലഗിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ മുഹമ്മദ് സാദിഖ് തങ്ങൾ, MS മുഹമ്മദ്, KS മുഹമ്മദ് അലി, അബ്ദുൾ റഹ്മാൻ കല്ലേക്കുണ്ടിൽ, സ്വാലിഹ് ഇർഷാദി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2007 മുതൽ ആരംഭിച്ച നേർച്ച അതിവിപുലമായി ഈ വർഷങ്ങളിലെല്ലാം നടന്നു വരികയാണ്. ഈ വർഷവും അതിൻ്റെ ഭാഗമായി ആണ്ടു നേർച്ചയും ദുആ സമ്മേളനവും അതിവിപുലമായി തന്നെ നടത്തുവാൻ സ്വാഗത സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 26, 27 വെള്ളി, ശനി തീയതികളിലായി മക്കാമംഗലത്തിൽ വെച്ച് അതിവിപുലമായ പരിപാടികളാണ് സ്വാഗത സംഘം പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മർഹൂം കുഞ്ഞിത്തങ്ങൾ നബ്ബറല്ലാഹു മർക്കദഹു ശ്രീ പുഷ്കര മക്കാം സിയാറത്ത് അതോടുകൂടെ ആരംഭിക്കുന്ന പരിപാടി 5 മണിക്ക് സയ്യിദ് ഇസ്മായിൽ ഉണ്ണിക്കോയത്തങ്ങൾ വെട്ടിക്കാട്ടി പതാക ഉയർത്തുന്നതോടുകൂടെ നമ്മുടെ ഈ ആണ്ടു നേർച്ചയ്ക്ക് പ്രാരംഭം കുറിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചരമം. ഷൊർണൂർ നഗരസഭാ സാനിറ്റേഷൻ വർക്കർ മഞ്ഞക്കാട് നായടുകുന്നത്ത് വീട്ടിൽ സഫീദ നിര്യാതയായി. 46 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് ശ്രീനിവാസൻ, മക്കൾ ശ്രീജിത്ത്, സ്നേഹ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ച തൃശൂർ കോർപ്പറേഷനിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറും A പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ. ജനങ്ങളെ ചേർത്തു നിർത്തി മുന്നോട്ടു പോകുമെന്ന് A പ്രസാദ്. നെല്ലിയാമ്പതിക്കിത് വിളവെടുപ്പ് കാലം. ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ ശീതകാല പച്ചക്കറി വിളവെടുപ്പ് തുടങ്ങി. ഫാമിലെ ഓറഞ്ച് തോട്ടങ്ങളിൽ ഇടവിളയായി ശീതകാല പച്ചക്കറി കൃഷി നടത്തുന്നത് 10 ഏക്കറോളം സ്ഥലത്ത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളംബരമായി ക്രിസ്തുമസ്. ലോകം ആഘോഷ നിറവിൽ. പാതിര കുർബാനയിൽ പങ്കെടുത്തത് 10,000.
കുളപ്പള്ളി IPT പരിസരത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് വാരണാസി സ്വദേശി ആനന്ദൻ. അപകടം ബൈക്കും KSRTC ബസ്സും കൂട്ടിയിടിച്ച്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.